ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ സുപ്രീം കോടതി ഒരു സുപ്രധാനമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നു. മുസ്ലിം പിന്തുണാവകാശ നിയമത്തിലെ സ്ത്രീകളുടെ വിവേചനങ്ങൾക്ക് UCC ആണ് പരിഹാരമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ശരിയ നിയമത്തിലെ വിവേചനപരമായ ഭാഗങ്ങൾ കോടതി റദ്ദാക്കിയാൽ അത് നിയമപരമായൊരു ശൂന്യത സൃഷ്ടിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനെല്ലാം പരിഹാരം ഏകീകൃത സിവിൽ കോഡ് തന്നെയെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പ്രതികരണം? വളരെ നല്ലൊരു നിരീക്ഷണമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. പിന്നെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നത്. ഇതിനു മുന്നേയും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചിന്ത കാര്യമായിട്ട് നടത്തണം, അതിനുവേണ്ട നിയമനിർമ്മാണത്തിലേക്ക് കടക്കണം എന്നുള്ള നിരീക്ഷണങ്ങൾ ഇതിനു മുന്നേയും സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോ ഈ ഒരു വിഷയം, ഇപ്പൊ ഈ പിന്തുടർച്ചാവകാശം സംബന്ധിച്ചിട്ടുള്ള വിഷയം, അത് സംബന്ധിച്ച് കേസുകൾ കേരളത്തിൽ നിന്നും കൊടുത്തത് തന്നെ നിലവിൽ സുപ്രീം കോടതിയിലുണ്ട്. അത് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇത് ഈ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഭരണഘടനയെ തന്നെ അവിടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതിപ്പോ സുപ്രീം കോടതി ആദ്യമായിട്ട് പറഞ്ഞു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് സുപ്രീം കോടതി എടുത്തു പറയുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതിലേക്ക് കടക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് നമ്മൾ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്കും സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള നിലയ്ക്കും പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെ അനീതി നമ്മൾ കാണുന്ന ഏതൊരു മനുഷ്യനെന്ന നിലയ്ക്കും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സത്യത്തിൽ ഈ ഒരു ചോദ്യം. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഈ ഒരു മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ഒരു വിഷയം. കാരണം അത് നടത്തി കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ആ വ്യക്തി നിയമത്തെ അവിടെ റദ്ദാക്കുന്നതിന് തുല്യമാണ്. അത് ഇസ്ലാമിലെ തന്നെ ഒരു നിയമത്തെയാണ് അവിടെ മീൻസ് അതിനെ റദ്ദാക്കുന്നത്. കാരണം ഇസ്ലാമിലെ നിയമപ്രകാരം സ്ത്രീയുടെ സ്വത്തവകാശം എന്ന് പറയുന്നത് എപ്പോഴും പുരുഷൻ്റെതിന് പകുതിയാണ്. അതിന് ഏത് തലത്തിൽ നിൽക്കുന്ന സ്ത്രീയല്ലോ, അതിപ്പോ മകളാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ഉമ്മുമ്മയാണെങ്കിൽ, എങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ത്രീ ആണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയിലൂടെ വരുന്ന ഒരു ബന്ധമാണെങ്കിൽ അതെപ്പോഴും പകുതി എന്നുള്ള ഒരു കോമൺ ലോജിക്ക് നിലനിൽക്കുന്ന ഒരു വിഷയം ഉണ്ട് അവിടെ. അത് അടിസ്ഥാനപരമായിട്ട് വിവേചനപരമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ത്രാണി ഇന്നത്തെ ഭരണഘടന അനുസരിച്ച് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ BJP ഗവൺമെന്റ് ഇപ്പോ തുടങ്ങുന്നു, ഇപ്പൊ അത് ചെയ്യുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നമ്മുടെയൊക്കെ വിയോജിപ്പ് അതിനോട് ആണ്. അതായത് ഇത് തേങ്ങ ഉടയ്ക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത് ചെയ്ത് ഈ പറയുന്ന വിഷയത്തിൽ ഒരു പരിഹാരം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേസമയം ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നത് ഈ സാധനമൊക്കെ നല്ലതാണ്, പക്ഷെ BJP കൊണ്ടുവന്നാൽ ശരിയാവില്ല എന്ന് പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, BJP കൊണ്ടുവരണം ഒരു നിർബന്ധമില്ല, സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരണം ഒരു നിർബന്ധമില്ല. ഇതേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊണ്ടുവരാം. അതാണ് ഉത്തരാഖണ്ഡിൽ നമ്മൾ കണ്ടത്. അപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിന്, ഇവിടുത്തെ പിണറായി സർക്കാരിന് കൊണ്ടുവരാവുന്ന ഒരു സാധനമാണ് ഈ പറയുന്നത്. അപ്പൊ അതും അവർ ചെയ്യുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു വഴി, ഒരു കുറുക്ക് വഴി മാത്രമാണ് BJPയെ പഴിചാരിക്കൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത്. യഥാർത്ഥ പ്രശ്നം ഈ മതവാദികളെ, ഇസ്ലാം മതവാദികളെ അവരോടുള്ള ഭയം, അത് തൊട്ട് കഴിഞ്ഞാൽ വോട്ട് നഷ്ടപ്പെടും എന്നുള്ള ആ ഭയം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാർ ആയാലും ശരി, സംസ്ഥാന സർക്കാർ ആയാലും ശരി, അതിന് മടിച്ച് അറച്ചു നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് നമ്മൾ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള വിവേചനപരമായ സംഗതികൾക്കെതിരെ എന്നുള്ളൊരു നിലപാട് നമുക്ക് പൊതുവായിട്ട് എടുക്കാൻ കഴിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും ചെയ്തു മുന്നോട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അതിനുള്ള സമയമായി എന്ന് തന്നെയാണ് ഈ സുപ്രീം കോടതി ഈ നിരീക്ഷണത്തിലൂടെ നമുക്ക് വീണ്ടും ബോധ്യപ്പെടുന്നത്. താങ്ക് യു. യെസ്, വളരെയധികം നന്ദി ശ്രീ ആരിഫ് ഹുസൈൻ പ്രതികരിച്ചതിന്.